മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 34-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 4:34. ഈശോ പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തനം വിജയിപ്പിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മളെല്ലാം നിരാശരാകാറുണ്ട്. അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ വേണ്ടതുപോലെ ഫലം ലഭിക്കുന്നില്ല. ഈശോയുടെ ജീവിതത്തിൽ നിന്നും ഇതിനുള്ള പോംവഴി നമുക്ക് കാണുവാൻ സാധിക്കും. വഴി നടന്ന് ക്ഷീണിച്ച ഈശോ വിശ്രമിക്കാനിരുന്നപ്പോൾ വന്ന സമറിയാക്കാരി സ്ത്രീയെ കണ്ട് അവളെ ദൈവഭാഗത്തേക്ക് ചേർക്കണമെന്നുള്ള ആഗ്രഹം തന്റെ മനസ്സിൽ ഉദിച്ചു. സംഭാഷണത്തിനിടയിൽ ഭക്ഷണം കഴിക്കുവാനുള്ള ആഗ്രഹം പോലും മറന്നുപോയി. സ്വന്തം സുഖസൗകര്യങ്ങളെക്കാൾ പ്രധാനമായി തന്റെ ചുമതല ഈശോ കണ്ടു. എനിക്കും എന്റെ കുടുംബത്തിനും ക്ഷേമമായി ജീവിക്കണം, പ്രയാസങ്ങൾ വരരുത് എന്ന ചിന്തയാണ് പ്രധാനമായും ഒത്തിരി ആളുകളെ ഭരിക്കുന്നത്. അതിനായി സേവനരംഗങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കുന്നു. അപ്രകാരമുള്ളവരുടെ പ്രവർത്തനം വിജയിക്കുകയില്ല. ഹൃദയവേദന തുറന്നു പറഞ്ഞ് ആശ്വാസം പ്രാപിക്കാൻ ആഗ്രഹിച്ച് വരുന്നയാളെ അവഗണിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം പ്രവർത്തന രംഗത്ത് പരാജയപ്പെടുന്നു. പണം ലഭിക്കാനായി മാത്രം രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടറും ശമ്പളം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകനും ഒരിക്കലും വിജയിക്കുകയില്ല. നമ്മേക്കാൾ വലുതായി നമ്മുടെ സേവന രംഗത്തെ കാണുവാൻ സാധിക്കുന്നതാണ് വിജയരഹസ്യം. മോശ ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യത്തിനായി സ്വയം ത്യജിച്ചതിനാൽ തന്റെ പ്രവർത്തനം വിജയിച്ചു. ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യം നേടുകയായിരുന്നു പ്രധാന ഉദ്ദേശം. അത് സാധിച്ചു. പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ മർക്കോണി എഡിസണെ ഭക്ഷണത്തിന് ക്ഷണിച്ച ഒരു കഥയുണ്ട്. രണ്ടുപേരും അവരുടെ ഗവേഷണങ്ങളെപ്പറ്റിയുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നതിനാൽ ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി. അവർ അവരുടെ സ്വയത്തേക്കാൾ പ്രധാനമായി പ്രവർത്തന രംഗത്തെയും പഠന വിഷയങ്ങളെയും വലുതായി കരുതി. സ്വയം മറക്കത്തക്കവണ്ണം ചുമതല നിർവഹിക്കുന്നതിൽ നമുക്ക് ലയിക്കുവാൻ സാധിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.